അഖിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടേറെ പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. കാര്യം രാവിലെ തന്നെ അഖിൽ ഈ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്ന വിവരങ്ങളനുസരിച്ച് ഇവർ രണ്ടുപേരും മാത്രമാണ്. അച്ഛൻ ആ സ്ഥലത്തില്ല. അച്ഛൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൂട്ടുകിടക്കാനോ മറ്റോ പോയതാണ്. അഖിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, ഇന്ന് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായി നമ്മൾ കണ്ടത് ഈ അമ്മയും മകനും മരിച്ച സ്ഥലം. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അഖിലാണ്. നമ്മൾ എത്ര മണിക്കാണ് അവിടെ എത്തുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അഖിൽ? ഡോക്ടർ അരുൺകുമാർ, നമ്മൾ ഈ കാര്യം അറിയുന്നത് ഒരു 5:45, 5:30, 6 മണിയോട് കൂടിയാണ് ഈ വിവരം അറിയുന്നത്. ആദ്യഘട്ടത്തിൽ രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വിവരം ലഭിക്കുന്നു. അത് അപ്പോഴും നമ്മൾ ഇതിന്റെ തീവ്രത മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മണ്ണ് മുകളിലേക്ക് വീണിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന്റെ ആദ്യ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഇത് എത്രത്തോളം തീവ്രമാണ്. അതായത് അവിടെ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വീട് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും കഴിയാത്ത ആ രീതിയിലേക്കാണ്. അതൊരു പുതിയ വീടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ വീടിന്റെ ഒരു ചിത്രമൊക്കെ കണ്ടിരുന്നു. പുതിയ ഏറെ ആശിച്ചു കെട്ടിയ വീടാണ്. അങ്ങനെ ഒരു വീട് പോലും അവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടാത്ത രീതിയിൽ പൂർണ്ണമായും തുടച്ച് മാറ്റപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അവിടേക്ക് എത്താൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും ഈ വെള്ളം കയറുന്നു. വഴിയോടെ നമ്മളൊരു 8 സ്ഥലത്തോളം വഴി തിരിച്ച്, അതായത് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ആ വഴി തടസ്സങ്ങൾ വരുന്നു. നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പായി മരം കടപുഴകി വീണ ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരികെ വൈകിയിലേക്ക് വരുന്നു. അങ്ങനെ തിരിഞ്ഞ് നമ്മൾ ഒരു 9 മണിയോട് കൂടിയൊക്കെയാണ് ഇതിന് ഒരു 8:45, 8:30 കൂടി നമ്മൾ ഇതിന്റെ ഏറ്റവും ഈ പൊട്ടിയ സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി താഴേക്ക് വന്ന ഏറ്റവും മുകൾ ഭാഗത്താണ് നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത്. അവിടെ എത്തി നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് 15 വർഷം മുമ്പ് ഇവിടെ ഇതേപോലെ സമാനമായി തൊട്ടടുത്ത് സമാനമായി പൊട്ടിയതാണ്. ഇതിൽ നിന്നും ആ പൊട്ടിയ സ്ഥലത്ത് നിന്നും ഒരു ചെറിയൊരു ഭാഗമാണ്. പക്ഷേ ആ ഭാഗത്തിൽ നിന്നും പൊട്ടി താഴേക്ക് പോയ മണ്ണും അത് അത്ര ചെറുതായിരുന്നില്ല എന്നുള്ളതാണ്. അത് 100-200 മീറ്ററോളം താഴേക്ക് പൂർണ്ണമായും വരുന്നു. ആ പോകുന്ന വഴിക്ക് പക്ഷേ മറ്റു കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാവുമായിരുന്നില്ല അവിടുത്തെ ഒരു സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറയുന്നത്. ആ താഴെ ആ ഒരു വീട് മാത്രം ഉണ്ടായിരുന്നു. തൊട്ട് സമീപത്തിൽ വീടുണ്ട്, പക്ഷേ ആ വീട് നിൽക്കുന്ന വഴിയല്ല, ഈ പറയുന്ന ജോണിയുടെ വീടുള്ള ആ ഭാഗത്തേക്ക് മാത്രമാണ് പൂർണ്ണമായും വന്നത്. അത് പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടിരുന്നു. അതായത് ഏറ്റവും അവസാനം ആദ്യം ലഭിച്ചത് പറഞ്ഞ ജോസഫിൻ, 28 വയസ്സുകാരനാണ്. ആ ചെറുപ്പക്കാരന്റെ മൃതദേഹമായിരുന്നു. അത് കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഈ രക്ഷാപ്രവർത്തകർ പറയുന്ന വാക്കുകളുണ്ട്. അവർ മുറിച്ചാണ് അവർ പറഞ്ഞിരുന്നത്. ആ കട്ടിലിൽ കിടക്കുകയായിരുന്നു. പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റർ ഇട്ടപ്പോഴാണ് അത് പുരുഷനാണെന്ന് മനസ്സിലാക്കി, ജോസഫിനാണെന്ന് മനസ്സിലാക്കി. അതായത് കുറച്ച് 1-2 ആഴ്ചകൾക്ക് മുൻപ് ഇത്തരത്തിൽ ജോസഫിന് ഒരു ബൈക്ക് അപകടം സംഭവിക്കുകയും അതിൽ നിന്നും പരിക്കേറ്റു ആണ് ചികിത്സ അവിടെ കിടക്കുകയായിരുന്നു. അപ്പൊ കിടന്നുറങ്ങുകയായിരുന്നു. 2 മണി സമയം, 2:30 കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അവിടെ കിടക്കുകയായിരുന്നു, അദ്ദേഹം കണ്ടെത്തുന്നു. പിന്നീട് ഏകദേശം 7 മണിയോട് കൂടിയാണ് ഈ ജോസഫിനെ കണ്ടെത്തുന്നത്. പിന്നീട് 3-3.5 മണിക്കൂറോളം കഴിഞ്ഞ്, അതായത് 10:15 ശേഷമാണ്, മണിക്കൂറുകൾ നീണ്ട തെരഞ്ഞിന്റെ ഒടുവിലാണ് ഈ റെജീനയെ കണ്ടെത്തുന്നതാണ്. അത് വീട്ടിൽ നിന്നല്ല, അതായത് വീട്ടിൽ കിടന്നുറങ്ങിയ ആൾ വീടിനുള്ളിൽ നിന്നല്ല കണ്ടെത്തുന്നത്. വീട്ടിന് മുറ്റത്തേക്ക് ഒരു 10-20 മീറ്ററോളം മാറിയിട്ടാണ് എന്നുള്ളതാണ്. അതായത് അപ്പോഴേക്കും അവിടെ ഈ മണ്ണ് മൊത്തം മാറ്റിയിരുന്നു. ഈ മണ്ണ് മൊത്തം മാറ്റുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു വീടെന്ന് പറഞ്ഞാൽ അതിന് ചുമരുണ്ടാവും, വാതിലുണ്ടാവും, ജനലുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്നുമില്ല. ഒരു തറ മാത്രമായിരുന്നു അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. ആ വീടെന്ന് പറയാൻ ഒന്നും ഉണ്ടായില്ല, ഒരു തറ മാത്രമായിരുന്ന രീതിയിലേക്ക് മണ്ണ് അത്രത്തോളം അതിനെ തുടച്ചു മാറ്റപ്പെട്ടിരുന്നു എന്നാണ്. അവിടെയുള്ള നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മുഖമൊക്കെ നമ്മൾ വേദനിക്കുന്ന ഒരുപാട് മുഖം. അതായത് തൊട്ട് സമീപത്തെ വീട്ടിലൊരു ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ആദ്യം ഓടിയെത്തിയ ആളെന്ന് പറയുന്നത്. ഒരു ഷർട്ട് പോലും ഇടാതെ ഒരു മുണ്ടുടുത്ത് വന്നുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന്റെ ഈ 2:30-3 മണിയോട് കൂടി ഇത് ഉരുൾ പൊട്ടി വരുമ്പോൾ ആ ശബ്ദം കേട്ട് വീട്ടിലെ പുറത്തേക്ക് ഒന്നും ഒരു പേടി പോലും ഇല്ലാതെ ആളുകളെ വിളിച്ചു കൂട്ടിയതും അവിടെ ഇറങ്ങി നിന്ന് ഇവരെ എന്തെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു വ്യക്തി, ആ സമീപത്ത് തൊട്ടടുത്തുള്ള ആള്, അയാൾ അവസാന നിമിഷം വരെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊന്നും പറയാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത കൂടി അതിൽ കണ്ടു. അതില് അപകട സ്ഥലത്ത് അമ്മയും മകനും മരിച്ച സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞ് ബാഗ് ലഭിച്ചു, അല്ലേ? ആ ബാഗിനുള്ളിൽ എന്താണ്, സ്വർണ്ണമോ മറ്റോ ആണ് ഉണ്ടായിരുന്നത്, അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അതായത് 2 വള, ഒരു മാല, അങ്ങനെ 15 പവനോളം വരുന്ന ഒരു സ്വർണ്ണമടങ്ങിയ ഒരു കുഞ്ഞു ബാഗാണ് അത്. ഈ ഇരാറ്റുപേട്ടയിൽ നടക്കലുള്ള 2-3 ചെറുപ്പക്കാർക്കാണ്. നമ്മൾ അവരാരാണെന്നുള്ള അന്വേഷിക്കുന്നുണ്ട്, അവരെ കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ആ ഒരു 2-3 ചെറുപ്പക്കാർക്കാണ് കിട്ടുന്നത്. അവർക്ക് ആ ബാഗ് കിട്ടുന്നു. അവർ ആ ബാഗ് പക്ഷേ തുടർന്ന് തന്നെ അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റവരെയും ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെയുള്ള ചേച്ചി പറയുന്നുണ്ട്, ആ കുട്ടികളെ കാണിക്കൂ, അല്ലെങ്കിൽ അവരെ കാണിക്കൂ, ഇവര് ഈ ഏൽപ്പിച്ച ഈ ആളുകളെ കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. ആ ഒരു വേദനയ്ക്കുണ്ടെങ്കിലും
ആ വേദനയ്ക്കിടയിലും അതൊരു ആശ്വാസം എന്നൊന്നും ഒരുപക്ഷെ ആ പറയാൻ കഴിയുമെന്ന് അറിയില്ല. റജീനയുടേതായിരിക്കാം അത് അതൊരു സൂക്ഷിച്ചു വെച്ചതാവാം, മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തി. കുടുംബത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചതാവാം. പക്ഷെ അതിനെ ഉപയോഗിക്കാൻ റജീനയില്ല, മകനുമില്ല എന്നുള്ളതാണ്. ഡോക്ടർ അരുൺകുമാർ, ആ പേഴ്സ് ഉണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ അമ്മമാർ സൂക്ഷിച്ചു വയ്ക്കുന്ന പോലത്തെ ഒരു ചെറിയ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മകന് കാലെന്തെങ്കിലും പറ്റുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അമ്മയെ കൂടി രക്ഷിച്ച് പുറത്തു പോകുമായിരുന്നു. ഇത് വന്ന് വീഴുന്ന സമയത്ത് നിസ്സഹായനായി നിൽക്കുകയാണ് ചെറുപ്പക്കാരൻ. അച്ഛനാണെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ കൂട്ടുകിടക്കാൻ പോയതാണ് ഒരു അപ്പൂപ്പന്. അനിയനുണ്ടായിരുന്നു. അനിയൻ ഈ ബ്ലോക്ക് കാരണം വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അനിയൻ രക്ഷപ്പെട്ടത്. Meet the editors.